അതിന്റെ കൂടെ എനിക്കൊരു 3 എണ്ണം. അയ്യോ മോനെ, ആകെ 50 എണ്ണേ ഉള്ളൂ. 50 എണ്ണം അതിൽ നിന്നൊരു 3 എണ്ണം എനിക്ക് തരുമോ? സോറി ബ്രോ, പറ്റത്തില്ല. അല്ല, കഷ്ടമുണ്ട്. പറ്റത്തില്ല ബ്രോ, ആഗ്രഹിച്ചു വേണ്ട. സോറി ബ്രോ, പറ്റത്തില്ല. ഒരു 3 എണ്ണം എന്താ? പറ്റത്തില്ല. ഒരു 3 എണ്ണം. പറ്റത്തില്ല. 3 എണ്ണം. പറ്റത്തില്ല. 3 എണ്ണം. പറ്റത്തില്ല. 3 പൊറോട്ട എനിക്ക്. ശരിക്കും നിങ്ങളുടെ മോന്റെ പ്രശ്നം എന്താ? ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ജീവനാണ്, പ്രാന്താണ്. അവൻ അതിനു വേണ്ടി എന്തും ചെയ്യും. ഫുഡോ മാനിയ. എന്നിട്ട് അവൻ എന്ത് ചെയ്യേ? തോണ്ട് ചിക്കനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്ക്. കൊച്ചുള്ളി തന്നെ വേണേ, മറക്കല്ലേ. കൊച്ചുള്ളി ആകുമ്പോ നല്ല ടേസ്റ്റാ, നല്ല രുചിയാ. മോനെ എവിടെ പോടാ? പുഷ്പമാമനുടെ പൊറോട്ട മേടിക്കാൻ. എടാ, അതിനിപ്പോ രാവിലെ 7 ആയുള്ളൂ, കട 10 തുറക്കത്തുള്ളൂ. റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പൊറോട്ട എങ്ങനെ തീർന്നു പോയാലോ? നെഞ്ച എന്റെ പടിയുന്നേ. 2 മണിക്കൂറോടൊപ്പം ചുമ്മാ ഏതാനും കുഴപ്പമില്ല. പൊറോട്ട മേടിച്ചിട്ട് ഞാൻ വരത്തുള്ളൂ. കണ്ടല്ലോ ഡോക്ടറെ, ഇതാണ് പ്രശ്നം. 24 മണിക്കൂർ ഫുഡിന്റെ ചിന്തയാ. എവിടാ? പൊറോട്ട വാങ്ങാൻ പോവാ. എടാ അഖിലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലോ. എനിക്ക് 2 പിള്ളേര് പോയി, കുടുംബമായി. എടാ, നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടായോടാ? എന്തിനാടാ നമുക്ക് കല്യാണം? 1 കിലോ ചിക്കനും മേടിച്ച് അതുകൊണ്ട് സവാളയൊക്കെ അരിഞ്ഞങ്ങോട്ട് മുളകൊക്കെ ഇട്ട് കറിയും വെച്ചും ഇവിടെ 1 തവി ചോറും എടുത്ത് അതിനകത്ത് മുളകും കുറച്ച് തൈരും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് അതിന്റെ കൂടെ കുറച്ച് സവാളയും വെച്ച് കുഴച്ച് 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 അടിക്കുക സുഖം. കല്യാണം കഴിച്ചാൽ കിട്ടുവളിയാ. ഫുഡല്ലേ ജീവിതം. ഉപദ്രവം എന്തെങ്കിലും? നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാ അന്നത്തെ ദിവസം ഫുള്ള് ഹാപ്പി ആയിരിക്കും. ഫുഡെങ്ങാടെ മോശമായി പോയാ അമ്മേ ഫുഡ് നിങ്ങളോട് ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ മുട്ട പുഴുങ്ങല്ലെന്ന്. എനിക്ക് 2 താറാ മുട്ട പൊരിച്ചോണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ കാടി വെച്ചേക്കുന്നത്? എനിക്ക് ഫുഡ് വേണ്ടാന്ന് 10,000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യലെന്ന്. പക്ഷെ ഞാൻ പറ്റത്തില്ലയോ? സങ്കടം കൊണ്ടാ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു വിലയിരുന്നോടെ. ഞാൻ ആകെ ഈ ഒരു കാര്യത്തിൽ ഇവിടെ അരക്കുന്നുള്ളൂ. അതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ചെയ്യുന്നത് എന്താ? അല്ല, ഈ പ്രശ്നം എപ്പോ തൊട്ടാ സ്റ്റാർട്ട് ആയത്? ഇപ്പോഴൊന്നും അല്ല, അങ്ങ് പണ്ട് സ്കൂൾ കാലഘട്ടത്തില് നമ്മൾ ഈ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിയേ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരെ മക്കളെ ഇത് മേടിച്ചു തരാം അത് മേടിച്ചു തരാം എന്നൊക്കെ പറയത്തില്ലയോ? പറയും. ഈ സാധാരണ പിള്ളേർ എന്തോ മേടിച്ചു തരണമെന്നാ പറയുന്നേ? ഈ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങള്, അല്ല ചെറിയ മുട്ടായികളുണ്ടല്ലോ, അതൊക്കെ. പക്ഷെ ഇവൻ പറയുന്നത് എന്തുവാന്നറിയാവോ? മോനെ, നമുക്ക് സ്കൂളിൽ പോണ്ടായോ? സ്കൂളിൽ പോണ്ടാ മോനെ, സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ മോന് ഇഷ്ടമുള്ളത് അച്ഛൻ മേടിച്ചു തരും. ഇഷ്ടമുള്ള മേടിച്ചു തരുമോ? ആ, എങ്കിൽ മോന് പൊതോത്തെ എതച്ചിയും വേണം. 3 പൊതോത്തെ എതച്ചി. അച്ഛാ, പിന്നെ നാളെ സ്കൂളിൽ പോണ്ട. എന്താ മോനെ? നാളെ സ്കൂളിൽ പോസ്റ്റ്. മക്കളെ സ്കൂളിൽ പരിപാടിക്കൊക്കെ പോകണം. മക്കളെന്നാ സ്കൂളിലെ പരിപാടിക്കൊന്നും പങ്കെടുക്കാത്തെ? പങ്കെടുക്കാതുണ്ടല്ലോ. എന്തിന്? ഫുഡ് ഫെസ്റ്റിവലിൽ നിന്നും. അച്ഛാ, മതക്കല്ലേ പൊതോത്തെ എതച്ചി മേടിച്ചോക്കണേ? ആ, മേടിച്ച് വെക്കാം മക്കളെ. മതക്കല്ലേ? ഇല്ല. മതക്കല്ലേ? മതക്കല്ലേ? ഇല്ലെന്ന്. അതൊക്കെ നമുക്ക് നോർമലാന്ന് പറയാം. അത് നോർമലാന്ന് പറയും. പക്ഷേ ഹലോ, ഇത് സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ്. ഇത് മിസ്റ്റർ ദിവാകരനല്ലേ? അതെ മാഡം. അതെ, നിങ്ങളുടെ മോൻ അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ ഫോൺ കൊടുക്കാമേ? ഹലോ അത്ത, മതക്കല്ലേ പൊതോത്തെ എതച്ചി? ഇല്ല മോനെ. ഹലോ ഹലോ, ഇത് സ്കൂളിൽ നിന്ന് വീണ്ടും വിളിക്കുകയാണേ. മോന്റെ കൈ കൊടുക്കാം. പൊതോത്തെ എതച്ചി മതക്കല്ലേ? മറക്കില്ല മോനെ, മറക്കില്ല. മിസ്, എനിക്ക് ബീറ്റ് വിളിക്കണം. ഇപ്പൊ വിളിച്ചേ. എനിക്ക് ബീറ്റ് വിളിക്കണം. വേണ്ട. ഹലോ അത്ത, പൊതോത്തെ എതച്ചി മതക്കല്ലേ? പൊതോത്തെ എതച്ചി. സ്കൂളിൽ പോയിട്ട് വരുന്നിടം വരെ ടീച്ചറിന്റെ ഫോണിൽ നിന്ന് ഒരു 100 വട്ടമെങ്കിലും വിളിക്കും. എങ്ങാണോ ഒന്ന് മറന്നു പോയാ അന്ന് അവിടെ കൊലയായിരിക്കും. അത്ത, പൊതോത്തെ എതച്ചി. പൊതോത്തെ എതച്ചി. മറന്നു പോയടാ മോനെ. ചിക്കൻ കറി അവനൊരു വീക്ക്നെസ് ആണല്ലേ? ആന്നോന്നോ, അവന് ഭ്രാന്ത. അതുകൊണ്ടാ രാവിലെ പൊറോട്ട വാങ്ങിക്കാൻ പോയത്.
ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലെ ഫംഗ്ഷനെ പോയാലുണ്ടല്ലോ, നീ പോയി സദ്യയുടെ കാര്യമൊക്കെ നോക്കടാ, ഞാനിവിടെ ആൾക്കാരെ സ്വീകരിക്കാം. മോനെ എന്താ താമസിച്ചേ? അകത്തോട്ടില്ലേ, ചെറുക്കനും പെണ്ണൊക്കെ അവിടെ ഇരിക്കുക. ഈ സമയമില്ല. ഇവിടെ ഫുഡ് എവിടാ? എപ്പറത്ത് ആണ്. പൊറോട്ട ഇറച്ചിയല്ലയോ? നല്ല മണമുണ്ട്. ബീഫ് ഉണ്ടോ? നല്ല ബീഫിന് മണം. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എവിടെയാ വെക്കുന്നത്? അതെന്റെ റൂമിലെ അലമാരിക്കകത്ത് താക്കോല് താഴെ വെച്ചേക്കുന്നത്. അല്ല, അതെന്താ ചോദിച്ചേ? അല്ല, ഈ ലോക്കറിനകത്ത് ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് അറിയാൻ. കം ബാക്ക് ടു പോയിന്റ്. പിന്നെ നല്ല ഫുഡ് ഇല്ലാന്ന് പറഞ്ഞ് ഗൾഫിൽ കിടന്ന് 1.5 ലക്ഷം രൂപയുടെ ജോലി വരെ അവൻ കളഞ്ഞു. അല്ല, അവൻ കുക്ക് ചെയ്യുവോ? നല്ല അടിപൊളിയായിട്ട് ഇറച്ചിക്കറി വെക്കും. കണ്ടോ ഡോക്ടറെ, രാവിലെ പൊറോട്ട കയറ്റിയിട്ട് ഇപ്പം ചോറിന് പോവാ. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഡോക്ടറെ? പ്രതിവിധിയുണ്ട്. അതിനുള്ള പ്രതിവിധിയാണ് ഇത്. എങ്ങനെ? മക്കളെ, ഓടി വേടാ, പിള്ളേരെ കേറി വേടാ. ആശാനെ, ഇന്നെന്തോ ഡോക്ടറെ വേഷമൊക്കെ ഇട്ടുണ്ട്. വെറൈറ്റി ആയിട്ടേ കക്കാന്ന് വിചാരിച്ച്, അതാ ഡോക്ടറിന്റെ വേഷം. ആശാനി ഇത് വർക്കാവോ? എക്കടാ അവിടെ? അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മൾ എവിടെ കക്കാൻ പോകുന്നത്? ദോ ആ കാണുന്ന വീട്. ആ ദോ അങ്ങനെ നോക്കുന്നു, ദാ ഇങ്ങോട്ട് വരുന്നു. ആശാനെ, ഞങ്ങള് പോട്ടോ, കുഴപ്പമില്ലെന്നേ. എന്താ ഡോക്ടർ ഇവിടെ? അതെ അതെ, ഞാൻ ഡോക്ടറാണ്. എന്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലായിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് ഇരുന്നതാ. ആണോ? എന്നാ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്തോ. അല്ല ഡോക്ടർ, എന്ത് ഡോക്ടറാ? അല്ല, ഇത് വെച്ചിങ്ങനെ അനക്കൊണ്ടോ നോക്കുന്ന ഡോക്ടർ എല്ലാം നോക്കും, എല്ലാരെയും നോക്കും. ആണോ? എങ്കിലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോന്റെ കാര്യമാണ്, ഡോക്ടർ ഒന്ന് കേൾക്കണം. ഓ, നോക്കൂലി തരണം കേട്ടോ. ആ ആശാനെ, ഞങ്ങൾ എത്തിപ്പോയി. ആശാനെ, ഇവനെ ഒന്നും ചെയ്യണ്ട, കഴിച്ച് കഴിയുന്നിടം വരെ സേഫ് ആണ്. മോനെ